എനിക്ക് മനസ്സിലായിട്ടില്ല ഈ സഭാ സ്ട്രക്ചർ എന്താണെന്ന്, സഭാ സംവിധാനം എന്താണെന്ന്, ഇവരുടെ അവസ്ഥ. ഇപ്പോൾ നടി പത്മപ്രിയ ഇവരെ കാണാൻ വന്നൊരു ഘട്ടമുണ്ട്. അപ്പം പത്മപ്രിയ ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ വാണ്ട് ടു മീറ്റ് ദി അതർ സൈഡ് ഓഫ് ദ പീപ്പിൾ, അതർ സൈഡ് ഓഫ് ദ അതർ പീപ്പിൾ, അതർ സൈഡ്. ഫ്രാങ്കോയെ അനുകൂലിക്കുന്ന ഒരു 10-12 കന്യാസ്ത്രീകൾ ആ കോൺവെന്റിനകത്ത് ഇവരോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. അവരാണ് പിന്നീട് കുറേ ശേഷം അവരത് ഉപേക്ഷിച്ച് പോയത്. പത്മപ്രിയ വരുന്ന സമയത്ത് നമ്മുടെ ഈ സമരം ചെയ്ത കന്യാസ്ത്രീകളുണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഫ്രാങ്കോയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ മുഴുവൻ സന്യാസി സമൂഹങ്ങളും അവർക്ക് ഫ്രാങ്കോയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നിശബ്ദമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇവരെന്നോട് ചോദിക്കുക എനിക്ക് അവരെ കാണണം. അപ്പം ഞാൻ ചോദിക്കുന്നത് പത്മപ്രിയ എന്തിനാണ് അവരെ കാണുന്നത്? അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് അവരെ കണ്ടാണ് അവരോട് സംസാരിക്കേണ്ടത്, അവരുടെ അവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച മനുഷ്യരാണല്ലോ, അവർ 24 മണിക്കൂർ സർവൈലൻസിലാണ്. എന്നിട്ട് അവർ ചോദിച്ചൊരു കാര്യമുണ്ട്, വാട്ട് ഈസ് ദെയർ ഓപ്ഷൻ? അവർക്ക് എന്താണ് ഇനി വേറൊരു വഴിയുള്ളത്? അവർക്ക് എന്താ വഴി? ഇങ്ങനെ അല്ലാതെ അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അവർ ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ ആ നിമിഷം അവരുടെ ജീവിതം കട്ടപ്പോകയാവില്ലേ, നശിപ്പിച്ച് കളയില്ലേ? അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. ഫ്രാങ്കോയ്ക്ക് അനുകൂലമായിട്ട് നിന്നപ്പോൾ അധികാര വ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് നിന്നേ പറ്റൂ. അത് സിനിമാ മേഖലയിൽ നമ്മൾ കണ്ടുല്ലോ. അതെ, നടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഴുവൻ ആൾക്കാർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും മിണ്ടാതിരുന്നു. ആരാണ് അവർക്ക് വേണ്ടി നിലപാടെടുത്തത്? ഹാർവേ സ്റ്റൈൻസിനെതിരെ 25 വർഷം കഴിഞ്ഞിട്ടാണ് ഹാർവേ സ്റ്റൈനെതിരെ അമേരിക്കയിൽ ഒരു നടി തുറന്നു പറഞ്ഞത്. അവരുടെ ജീവിതം കട്ടപ്പോയായിട്ടുണ്ടാവും, അവരുടെ ജീവിതം അതുപോലെ തകർന്ന് തരിപ്പണായിരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ.